ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തസ്നിയ വ്ളോഗിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണുണ്ടോ. ഞാൻ എൻ്റെ ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാച്ചിട്ടാണ്. അപ്പോൾ രാവിലെ നീച്ച് ഞാൻ ബ്രഷ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊറാട്ടയും പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മക്കളും പാടെ ചായ കുടിക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്നെ വെയിറ്റ് ചെയ്യും കേട്ടോ. എൻ്റെ ആങ്ങളാടെ രണ്ട് മക്കൾ അവൾ ഞാൻ വരുവോളം വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ലക്ഷം നിൽക്കാൻ ലക്ഷം ലേറ്റായി. സ്വന്തം വീട്ടിൽ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആവും. അങ്ങനെ തന്നെ ഞങ്ങൾ മുതൽ ചായ അടിക്കുകയാണ്. അതായത് ചായ അടിക്കൽ കഴിഞ്ഞിട്ട് എൻ്റെയും മക്കളുടെയും പ്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ പ്ലേറ്റൊക്കെ ഇത് കഴുകി വെക്കുകയാണ്. അങ്ങനെ പ്ലേറ്റ് കഴുകൽ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉമ്മ ഉണ്ട് കുറച്ച് നനയ്ക്കണം. അപ്പോൾ നല്ല വെയിലല്ലേ. അപ്പോൾ അതെ ഞങ്ങളുടെ ഇല്ലാണ്ടൊന്നുമില്ല, കുറച്ച് വാഴത്തൈ പിന്നെ കോങ്ങും തൈ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ലെസ്റ്റ് അടിച്ചാട്ട് ഡ്രീം കേക്ക്, അങ്ങനെ അത് ലേശം കഴിച്ചു. അപ്പോൾ തന്നെ മീൻകാരൻ വന്നു. മീൻ മാന്തൾ, അയില, ചെമ്പാൻ, പിന്നെ അത് കേരമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഈ മീനാട്ടോ മേടിച്ചത്. കേരമീൻ നല്ല മീനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് മീൻ മേടിച്ച് പിന്നെ എൻ്റെ മൂത്ത ഏട്ടന് കുട്ടികളായിട്ട് ഇതേ പീടിയേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഭയങ്കര ചൂടാണ്. ഞങ്ങളെല്ലാവരും ഐസ്ക്രീമിന് പോയതാണ്. പക്ഷേ അവിടെ പോയപ്പോൾ സിപ്പപ്പ് ഐസ്ക്രീം ഉള്ള കുൽഫി, അങ്ങനെ കുൽഫി ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും സിപ്പപ്പ് മേടിച്ച് കുട്ടികളായിട്ട് അവർ വന്നു. അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴിച്ചപ്പോൾ ഒരു ആശ്വാസം. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചക്കമ്പോൾ ചുള പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-15 ചുള ചക്ക കഴിച്ചു. പിന്നെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു 12-12:30 ടൈമിലൊക്കെ ഞാൻ പോയി കുളിച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരമായി ഇരിക്കുമ്പോൾ എൻ്റെ 2 ഏട്ടന്മാരാട്ടോ. എനിക്ക് 2 ഏട്ടന്മാരാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ് കണ്ടപ്പോൾ ഓള് എൻ്റെ വീട്ടിലൊന്നിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആങ്ങളെ മകൾ നമ്മളൊരു ബോണ്ട് പ്രത്യേക ബോണ്ടാ. ആ ബോണ്ട് ആങ്ങളെ തമ്മിൽ കിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുള്ളതല്ലേ ഇവര് തമ്മിലുള്ള ബോണ്ട. നിസ്കാരം കഴിഞ്ഞപ്പോൾ എൻ്റെ എപ്പോൾ വിളിച്ചിട്ടോ, ഹോട്ടലിലേക്ക് പോയോ, ബിരിയാണി ലേശം ഉണ്ട് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വേഗം ഡ്രസ്സ് മാറി ഞാനും എൻ്റെ രണ്ടാമത്തെ ബ്രദർ ആസിഫ് എന്നാവൻ്റെ പേരും ഞാനും അവനും പാടതെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പട്ടിഷൊക്കെ കാണിക്കും പോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇന്നലെ രാത്രി വരുമ്പോൾ ഞാൻ കാണിച്ചില്ല, എൻ്റെ വീട്ടിലേക്ക് തിരിയാനുള്ള ഒരു പോക്കറ്റ് റോഡ്. ഇന്നലെ രാത്രി ഒന്നും വലിയ ക്ലിയർ ഉണ്ടാകുന്നില്ല. ഇതാട്ടോ റോഡ്. നല്ല വെയിലാട്ടോ. പൊതുവേ എല്ലാ വർഷവും ചൂട് പാലക്കാട് ജില്ലയിലാണ്. ഇപ്രാവശ്യം അത് തന്നെ പറയും പോലെ വേനൽക്കാലൊന്നും ആയിട്ടില്ല. എന്നാലും തന്നെ എന്ത് ചൂടാണ് വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങളിത് ഇപ്പാൻ്റെ ഹോട്ടലിലോട്ട് പോവാണ് കേട്ടോ. ഇന്ന് രാവിലെ പൊറാട്ടയും പിന്നെ കഴിഞ്ഞ് ഡ്രീം കേക്കും ചക്കയും ഇതൊക്കെ കഴിച്ച് വലിയ വിശപ്പൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ 2 മണി 2:30 കഴിഞ്ഞപ്പോഴപ്പോൾ വിളിക്കണ് ചോറ് കഴിച്ച് വെച്ചിട്ട് ഇല്ല ഇപ്പം കഴിച്ചില്ലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് വേഗം ഹോട്ടലിലേക്ക് പോയി ബിരിയാണി ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിത് ഇവനെയും കൂട്ടിയിട്ട് ഞാൻ ഹോട്ടലിലോട്ട് പോവാട്ടോ. എന്തായാലും സ്കൂട്ടിയിലും ബൈക്കും പോക്കൊന്നും നടക്കില്ല, കാരണം നല്ല വെയിലാണ്. ഇതാണ് ഞങ്ങളിവിടെ തെക്കുമ്പ പറയും, തെക്കുമ്പലത്തെ അമ്പലം. അടുത്ത മാസം ഇവിടുത്തെ പൂരാണ്. നല്ല ആഘോഷമായിട്ട് കഴിക്കുന്ന പൂരം കേട്ടോ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ തെക്കുമ്പലത്തെ അമ്പലം? ഇവിടെ എടുത്താട്ടോ എൻ്റെ ഉപ്പാൻ്റെ ഹോട്ടലുള്ളത്. ഇവിടെ കൊല്ലം നല്ല ആഘോഷത്തിൽ പൂരപരിപാടി കഴിക്കാറുണ്ട്. അങ്ങനത്തെ ഞങ്ങളിത് ഉപ്പാൻ്റെ ഹോട്ടലിലോട്ട് എത്താനായിട്ടോ. ഇത് ഒരു ഉൾപ്രദേശത്ത് കൂടെ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു വഴിയാണ്. അങ്ങനെ ഞങ്ങളിത് ഉപ്പാൻ്റെ ഹോട്ടലിലേക്ക് എത്തിയതാട്ടോ, എൻ്റെ ഉപ്പാൻ്റെ ഹോട്ടൽ. അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ കുറച്ച് ഞാൻ എന്താ ക്യാഷ് എടുക്കുന്ന അവിടെ ഇരുന്ന് കുറച്ച് പട്ടിഷൊക്കെ കാണിക്കുകയാണ്. കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ കൊടുത്ത് ബിരിയാണി കൊടുത്ത് വീട്ടിൽ നിന്ന് കഴിക്കുകയാണ്. പിന്നെ ബിരിയാണിക്ക് ശേഷം വീട്ടിലുണ്ടായ ഒരു ചെറുപഴം കഴിച്ചു. അതിന് ശേഷം ഇന്ന് വീട്ടിൽ ആടിൻ്റെ കുടൽ മേടിച്ചിരുന്നു. എൻ്റെ മൂത്ത ഏട്ടനക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിട്ട് കുടൽ തലച്ചോറും. അവനക്ക് ഇറച്ചിയിൽ ഇഷ്ടം, അവനക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഒന്ന് കുറച്ച് നേരം ഉറങ്ങി നീച്ചപ്പോഴത്തേക്കും എൻ്റെ മോളും എൻ്റെ മൂത്ത ഏട്ടൻ്റെ മോളും അവിടെ ചെയ്ത പണി നോക്കി നോക്കും. കടലാസും പെട്ടി എൻ്റെ മൂത്ത ബ്രദറ് പോവാട്ടോ. അപ്പോൾ കടലാസും പെട്ടിയൊക്കെ നശിപ്പിച്ചു. ഞാൻ ഉറങ്ങി നീച്ചിട്ട് ഒരു ചായയും പഴംപൊരും കഴിച്ചു. പിന്നെ മരിവായപ്പോൾ ഞാൻ വേഗം നിസ്കരിച്ച് ഖുർആൻ ഓതി. പിന്നെ രാത്രി ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ രാത്രി ഞാൻ നല്ലൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ കിടന്നു.